ഉണ്ണിക്കുട്ടനെ അടുക്കള ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാനും സാം കൂടെ കുറച്ച് സീരിയലൊക്കെ കണ്ട് രസിക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ഈ സുനയൊക്കെ വറുത്ത് കോരുവാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടൻ എല്ലാം ചെയ്തു തരും കേട്ടോ. ചില സമയത്ത് ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി ചേച്ചി കുറച്ച് ചക്ക തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളിക്ക് ഒരു മോഹം ഉദിച്ചു വന്നാൽ പിന്നെ കുറച്ച് ചക്കയും വറുത്തേക്കാന്ന്. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല കേട്ടോ. അങ്ങനെ പുള്ളി ചക്കയൊക്കെ വൃത്തിയാക്കി എടുത്ത് കുറച്ച് വറുക്കാൻ വേണ്ടി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പൊക്കെ വാരിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നേ. എന്തായാലും വറുത്ത് കോരി എടുത്ത് പുള്ളി തന്നെ രണ്ടെണ്ണം തിന്നപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ കുറച്ചും കൂടെ വറുത്ത് കോരി ഞങ്ങൾക്കും കൊണ്ട് തന്നു കേട്ടോ. പണ്ടൊരിക്കലും ഞാൻ ചക്ക വറക്കുന്ന സമയത്ത് കുരു പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ പൊട്ടിത്തെറിച്ച് കണ്ണെല്ലാം കൂടെ പോയി വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചക്കയ്ക്കുള്ളിലും എണ്ണയ്ക്കുള്ളിലും എല്ലാം കൂടെ ആയിപ്പോയിട്ട്. അപ്പോൾ അതൊന്നും ആവാതെ നല്ല ശ്രദ്ധിച്ച് ചക്കയൊക്കെ വറുത്ത് ചായയൊക്കെ അനത്തി ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് ഞങ്ങൾക്ക് ഈ ചക്ക ഈ സുനയൊക്കെ കൂടിയാണ്. എനിക്കെപ്പോഴും ഈ സാധനത്തിൻ്റെ പേര് പറയുന്നത് തെറ്റിപ്പോവേ. ഫ്രഞ്ച് ഫ്രൈ റൈസ് എന്നൊക്കെ വരും കേട്ടോ. എനിക്ക് അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേര് പറയാതിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.